ദേവസ്വം മന്ത്രിയുടെ ദേവസ്വം ബോർഡിന്റെ ഒക്കെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിൽ പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ച് നടക്കുകയാണ്. കോട്ടയത്തും തിരുവനന്തപുരത്തും വലിയ സംഘർഷത്തിലേക്ക് ആ മാർച്ച് കടക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ യുവമോർച്ച മാർച്ചിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളിലേക്ക്. യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച്, സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വന്ന പ്രതിഷേധ മാർച്ച്, പ്രതിഷേധക്കാർ എനിക്ക് തോന്നുന്ന സമരം അവസാനിപ്പിച്ച് മടങ്ങാൻ തയ്യാറെടുക്കുന്നു എന്നാണ്. ശരണം വിളിച്ചാണ് ഒടുവിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചത്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. ആ സംഘർഷഭരിതമായ സാഹചര്യത്തിന് തെല്ല് അയവ് വന്നിട്ടുണ്ട്. യുവമോർച്ചയുടെ BJPയുടെ നേതാക്കളൊക്കെ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് ഫലം കണ്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഒരു ഭാഗത്ത് ഇവിടെ നമ്മൾ കാണുന്നത് കോട്ടയത്താണ്. MC റോഡ് ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയാണ്. അവിടെ മന്ത്രി VN വാസവനെതിരെയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. കുറേ മണിക്കൂറുകളോളം തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞുപോയി. ഇപ്പോഴവിടെ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ നീക്കുകയാണ്. തിരുവനന്തപുരത്ത് യുവമോർച്ചയുടെയും കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിന്റെയും മാർച്ചുകളാണ് കഴിഞ്ഞ മണിക്കൂറിനെ സംഘർഷഭരിതമാക്കിയത്. ഒരിടത്തും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. വീണ്ടും അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യുവമോർച്ച പ്രവർത്തകർ വീണ്ടും എത്തുന്നു. ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിക്കുന്നു. പോലീസുമായി വീണ്ടും തർക്കിക്കുന്നു, വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നു. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഈ പ്രവർത്തകർ അവിടെ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇപ്പോൾ അതിലൊരു വിഭാഗം പ്രവർത്തകർ ശാന്തരായി മടങ്ങിയെങ്കിലും ഇതാ വേറൊരു വിഭാഗം പ്രവർത്തകർ അവിടെ വീണ്ടും ബാരിക്കേഡ് ഭേദിക്കുന്നു. റിനു തുടരുന്നുണ്ട്. റിനു, കേൾക്കാമെങ്കിൽ ഈ ഒരു വിഭാഗം പ്രവർത്തകർ ശരണം വിളിച്ച് പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ശരണം വിളിച്ച് അവരുടെ സമരം അവസാനിപ്പിച്ച് പോവുകയാണ് എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.